ഒരു മുട്ട റോസ്റ്റ് കഴിച്ചാൽ പോലും മറ്റുള്ളവർ നിങ്ങളോട് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറയണം എങ്കിൽ ഈ മുട്ട റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, 2 കഷ്ണം ചെറിയ പട്ട, 2 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണവും കിട്ടും, കറിക്കൊരു ടേസ്റ്റും കൂടും. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് സവാള, ഒരു മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ അരിഞ്ഞിടണം, എന്നാലേ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ വഴറ്റി കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ സവാള വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 കഷ്ണം വെളുത്തുള്ളി എന്നിവ ഒന്ന് പേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ഏകദേശം 2 ചെറിയ തക്കാളി ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഈ സവാളയായാലും തക്കാളി ആയാലും ഇങ്ങനെ അരിയാൻ പറയുന്നത്. ഇനി തക്കാളി നല്ലതുപോലെ വഴണ്ട് സോഫ്റ്റ് ആയ ശേഷം തീ ലേശം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് 3 ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റണം കേട്ടോ. തീ ഒട്ടും കൂട്ടി വെക്കല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം ഹോം മെയ്ഡാണ് ഗരം മസാലയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയുടെ റെസിപ്പി വേണ്ടവർ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഗരം മസാലയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് മൂത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഈ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു റോസ്റ്റ് പോലെ ചെയ്യുന്നതായതുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് വെള്ളം വേണ്ട. എന്നാലും ലേശം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമ്മൾ അടച്ച് വെക്കുമ്പോൾ ചെറിയൊരു ഗ്രേവിയുടെ ഒരു തിക്നെസ് പോലെയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. അതുകൊണ്ട് ഇനി ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക, പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 5 മുട്ടയെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ പുഴുങ്ങിയ ശേഷം തോടെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തീ ഏറ്റവും കുറച്ചിടണം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 4 മുതൽ 5 വരെ മിനിറ്റിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് ഈ കറിക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. കണ്ടോ, നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് നല്ല ടേസ്റ്റിൽ ഈ ഒരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ ലേശം വെള്ളമോടെ ചേർക്കാം. പക്ഷേ ഇതൊരു റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒന്നെല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞ ശേഷം തീ ഓഫാക്കുക. ഒരു 1-2 കറിവേപ്പില ഒന്ന് പിച്ചിയിടുക. ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്യുക, അടച്ച് വെക്കുക, തീ ഓഫാക്കി. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും പൊറോട്ടയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.